പ്രൈവറ്റ് ബസ്സുകാർക്ക് നെഞ്ചത്തേക്ക് കയറ്റിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ പറഞ്ഞല്ലോ. ഏതായാലും ക്യാമറ വെച്ചേക്ക് രാവിലെ ഓടിച്ച് 2-3 പ്രൈവറ്റ് ബസ്സുകാരെ നെഞ്ചത്തേക്ക് കയറ്റാൻ വേണ്ടി. ഇന്നലെ ജിമ്മി ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ വണ്ടി നമ്മുടെ അമ്മയുടെ ഏറ്റവും ഇളയ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് തിരുവാങ്കുളം. അപ്പം പുള്ളിയുടെ നിസാൻ സണ്ണിയാണ് വണ്ടി. നേരത്തെ ഓക്സ് വാഗണാണ്. ഏറ്റവും ആദ്യം പുള്ളിയുടെ വണ്ടി ഫിയറ്റായിരുന്നു. പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫിയറ്റ്. പിന്നീട് ഓക്സ് വാഗനായി. ഓക്സ് വാഗൻ കൊടുത്തിട്ടാണ് നിസാൻ സണ്ണി മോൻ മേടിച്ചത്. അപ്പം മോൻ വെളിയിൽ UK പോയപ്പോൾ ആ വണ്ടി അവിടെ ഇട്ടേച്ച് പോയപ്പോൾ പുള്ളി അത് മറ്റേ വണ്ടി കൊടുത്തു. ഡീസലായിരുന്നു. ഓക്സ് വാഗനും ഡീസലാണോ തോന്നുന്നത്, പെട്രോളാണ്. ഓക്സ് വാഗൻ പോളോയാ. അതിന് ഫിയറ്റ് സിയന്ന എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ ഞാനോട് ചോദിച്ചു ടയറും എല്ലാം മാറ്റാറുണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ ഈ അടുത്തേക്കാണ് മാറിയതാണ്. ബ്രിസ്റ്റോണിൻ്റെ അല്ല 2 ടയർ ഫ്രണ്ടിലത്തെ മാത്രം മാറ്റി. അത് 2 ടയർ തേച്ചിൽ കൂടുതലുണ്ടായിരുന്നു. അത് ബ്രിസ്റ്റോണിൻ്റെ മാറ്റിയതാണ്. കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ബ്രിസ്റ്റോൺ പുള്ളി മാറ്റിയ ടയർ വലിയ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. നല്ല ടയറാന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ കോണ്ടിനെൻ്റലാണ് മേടിച്ചതെന്ന് പറഞ്ഞു. 4 ടയറും മാറ്റിയത് കോണ്ടിനെൻ്റലാണ് മേടിച്ചത്. അതും ബ്രിസ്റ്റോണിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിലുള്ളൊരു ടയറാന്ന് തോന്നുന്നു. കോണ്ടിനെൻ്റൽ ബ്രിസ്റ്റോൺ യോക്കോഹാമയൊക്കെ ഓൾമോസ്റ്റ് സെയിം കാറ്റഗറിയിലുള്ള. അതിൽ മറ്റേ മിഷലിൻ ഇച്ചിരൂടെ ഹയർ കാറ്റഗറിയാണ്. ഈ ഹയർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റേറ്റിംഗ് കൂടുതൽ മിഷലിനാണ് തോന്നുന്നു. മിഷലിൻ പക്ഷേ എൻ്റെ സൈസിലില്ല. പുള്ളിയുടെ സൈസും R14. എൻ്റെയും R14. നിസാൻ സണ്ണിയും ടൈറ്റിയാസും രണ്ടും R14 ടയറുകളാണ്. R14 ടയറുകൾ പിന്നെ മിഷലിൻ ഇറക്കണില്ല ഇപ്പം ഇന്ത്യയിൽ. അവർ മറ്റേ എക്സ്പോർട്ട് കൺട്രോൾ ഉള്ളതുകൊണ്ട് മിഷലിൻ ഇപ്പോൾ ഫാക്ടറിയിൽ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ ടയറുകളും അവർ തുടങ്ങിയിട്ടില്ല. അവർ 17 തന്നെ പോകാമെന്ന് തോന്നുന്നു ആദ്യം തുടങ്ങിയേക്കണം. പിന്നെ ബൈക്കിൻ്റെ സ്കൂട്ടർ ടയറുകൾ തുടങ്ങിയിട്ടുണ്ട്. 17 ബിലോ ഒരു ഫാക്ടറി എക്സ്പാൻഷൻ അനുസരിച്ചായിരിക്കും വരുവോളായിരിക്കും. മിഷലിൻ്റെ ഫാക്ടറി ഇന്ത്യയിൽ ഉണ്ട്. ഇപ്പോൾ അവരാദ്യം സ്റ്റാർട്ട് ചെയ്തത് 17 തന്നെ ടയേഴ്സാണ്. പിന്നെ മറ്റേ സ്കൂട്ടർ ബൈക്ക് ടയേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. 17 ബിലോ കാറിൻ്റെ അവർ തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഇതിലൊക്കെ മെഷീനിൻ്റെ വരുള്ളൂ. കോണ്ടിനെൻ്റൽ വേണോ ബ്രിഡ്സ്റ്റോൺ വേണോ എന്നുള്ളൊരു, യോക്കോഹാമ വേണോ എന്ന കുറച്ച് പേര് യോക്കോഹാമ നമ്മുടെ ഫാമിലിയിൽ മേടിച്ചിട്ടുണ്ട്. ബ്രിഡ്സ്റ്റോൺ മേടിച്ച കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞാൻ കോണ്ടിനെൻ്റലിലേക്ക് പോയത് കാരണം എനിക്ക് ഈ ടൊയോട്ട ഹോണ്ട മേടിച്ചതിന് ശേഷം ജാപ്പനീസ് സാധനങ്ങളോട് അത്ര ഇത് കുറഞ്ഞു. എൻ്റെ ക്വാളിറ്റിയെ പറ്റിയുള്ള ഹോണ്ട ടൊയോട്ടയുടെ കാറും ഹോണ്ടയുടെ
ക്വാളിറ്റി പോരാ. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ്സ്, ഞാൻ മാരുതിയുടെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അത്ര ഇല്ല. ടൊയോട്ടയ്ക്കും ജപ്പാൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന മാരുതി സുസുക്കിയാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡും ഇല്ല. മാരുതിയുടെ ഒരു സാധനം ഒരു 60,000 കിലോമീറ്റർ മുമ്പ് കേടാവാറില്ല. പണ്ടത്തെ പോലെ ജാപ്പനീസ് സാധനങ്ങളോട് അത്രയും വിശ്വാസമില്ല. ടൊയോട്ടയും ഹോണ്ടയും മേടിച്ചതിന് ശേഷം പണ്ട് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് ജാപ്പാനാവണം. ഇപ്പോൾ അത്രയില്ല. പിന്നെ ഇപ്പോൾ കൊറിയനാണെന്ന് തോന്നുന്നു. മറ്റേ ഇതൊക്കെ ഇലക്ട്രോണിക് സെക്ടറൊക്കെ ഇപ്പോൾ ഫോണും ടി വി ഫ്രിഡ്ജ് ഇതൊക്കെ കൊറിയൻ സൂറേ കയറി. വാഷിംഗ് മെഷീൻ ഞാൻ മേടിച്ച വേൾപൂളാണ് മേടിച്ചത്. കാരണം സാംസങ് വർഷങ്ങളോളം ഉപയോഗിച്ചു. 10 വർഷം. ആദ്യം IFB ആണ്. ഞാൻ 2000 to 2012 IFB ഉപയോഗിച്ചു. 12 years. ഫസ്റ്റ് 12 years. പിന്നെ 13 years സാംസങ് ഉപയോഗിച്ചു. 2012 to 2025. ഇപ്പോൾ വേൾപൂളാണ് എടുത്തത്. സെയിം ബ്രാൻഡ് മാറ്റി മേടിച്ചു. എല്ലാം വലിയ വേരിയേഷനൊന്നും ഉണ്ടാവില്ലായിരിക്കും. TV മാത്രം ഇപ്പോൾ അധികം സാംസങ് കുറച്ച് നാളായിട്ട് മേടിച്ചേക്കണേ. TVയുടെ ഇത് LG നല്ല സാധനം തന്നെയാണ്.